ഞാൻ എസൻസ് ഒന്നും ചേർത്തിട്ടൊന്നുമില്ല, എഗ്സ് ചേർത്തിട്ടില്ല, വിപ്പിംഗ് ക്രീം ഇല്ല. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാംഗോ കുൽഫിയാണ്. ഇത് ആർക്ക് വേണമെങ്കിലും വെറും 10 മിനിറ്റ് കൊണ്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായുള്ള റെസിപ്പിയാണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: മാംഗോ, പഞ്ചസാര, പാൽപ്പൊടി, പാൽ, കണ്ടൻസ്ഡ് മിൽക്ക്, കുറച്ച് ഏലക്കാപ്പൊടി. ആദ്യം നമുക്ക് 2 മാങ്ങ എടുത്ത് അരിയാം. ഐസ്ക്രീം ഉണ്ടാക്കാൻ അനുയോജ്യമായ മാമ്പഴം അൽഫോൺസോ മാമ്പഴമാണ്. അതിന് ഭയങ്കര കളറ് കിട്ടും, അതിനാലാണ് അത് ഞാൻ ചൂസ് ചെയ്യുന്നത്. നമ്മളിത് അടിച്ചു കഴിയുമ്പോൾ നമുക്കൊരു 1.5 കപ്പ് അല്ലെങ്കിൽ 1.25 കപ്പ് പൾപ്പ് നമുക്ക് കിട്ടണം. ആ രീതിയിൽ എടുക്കുക. പിന്നെ 1 കപ്പ് പാല്, അതിൻ്റെ കൂടെ 6 ടേബിൾ സ്പൂൺ പാൽപ്പൊടി അല്ലെങ്കിൽ 1/2 കപ്പ് പാൽപ്പൊടി നമ്മൾ ഇടുക. അപ്പോൾ ഒരു കൊഴുപ്പ് കിട്ടും. കൂടെ 6 ടേബിൾ സ്പൂൺ പഞ്ചസാര അല്ലെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര. പിന്നെ 3 ടേബിൾ സ്പൂൺ കണ്ടൻസിങ് മിൽക്ക്. ഈ കണ്ടൻസിങ് മിൽക്ക് ഇല്ലെങ്കിലും ടേസ്റ്റാണ്, പക്ഷേ ഇത് ഒഴിക്കുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതിൻ്റെ കൂടെ ഒരു നുള്ള് ഏലക്കാപ്പൊടി ഒരു രുചിക്ക് വേണ്ടി ചേർക്കുക. അതിനുശേഷം ഇതെല്ലാം കൂടി നമുക്ക് പോയി മിക്സ് ചെയ്തിട്ട് വരാം. എല്ലാം അടിച്ചു കൊണ്ടുവന്നു. ഇവിടെ കുൽഫിയുടെ പ്യൂറി റെഡിയായി കഴിഞ്ഞു. നമുക്കിനി പയ്യെ മോൾഡിലേക്ക് മാറ്റാം. മോൾഡിൻ്റെ തന്നെ ഈ ഭാഗത്തൊരു ലൈൻ കണ്ടില്ലേ? ആ ലൈനിൻ്റെ അവിടം വരെ നമ്മൾ ഈ പ്യൂറി ഒഴിച്ച് വെക്കണം. അല്ലെങ്കിൽ ഇവിടെ കണ്ടില്ലേ ഒരു ദ്വാരം, ആ ദ്വാരം ഇവിടെ മുങ്ങിക്കിടക്കണം. ഇല്ലെങ്കിൽ ഇത് നമ്മൾ ഇത് എല്ലാം കഴിഞ്ഞ് എടുക്കുമ്പോൾ ഇത് ഊരി വരും, ഇത് മാത്രമായിട്ട് ഊരി വരും. അപ്പം ഞാൻ അതിൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടി ഇത് വെച്ചിട്ട് ഞാൻ ഒഴിക്കാൻ പോവാണ്. വേണമെങ്കിൽ സ്പൂൺ വെച്ചും ഒഴിക്കാം. അപ്പോൾ എനിക്കൊരു താഴെ പോകുമോ എന്നുള്ളൊരു പേടി കാരണമാണ് ഞാൻ ഇത് വെച്ച് ഒഴിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ കുൽഫി സെറ്റായി. ഈ മോൾഡ് ഇല്ലെങ്കിൽ പോലും നമുക്കൊരു സാധാ പേപ്പർ കപ്പിനകത്ത് ഈ പ്യൂറി ഒഴിച്ചതിന് ശേഷം ഒരു അലുമിനിയം ഫോയിലിട്ട് കവർ ചെയ്ത് ഒരു ഐസ്ക്രീമിൻ്റെ സ്റ്റിക്കും കൂടി വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതേ ഷേപ്പിൽ തന്നെ കിട്ടുന്നതായിരിക്കും. ഒരു 3-4 മണിക്കൂർ ഫ്രീസറിൽ ഇത് വെക്കണം. നമുക്കിതൊന്ന് ഇനി ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മൾ വെള്ളം ഇങ്ങനെ എടുത്ത് വെച്ചു ഒരു കണ്ടെയ്നറിൽ. എന്നിട്ട് ഒരു 30 സെക്കൻഡ്സ് ഫ്രീസറിൽ നിന്ന് എടുത്തത് നമ്മൾ 13 സെക്കൻഡ്സ് ഒന്ന് വെള്ളം നനച്ച് ഇത് ചെറുതായിട്ട്, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇവിടെ ശരിയായിട്ടുണ്ട്. ഞാൻ കാണിക്കാം. കണ്ടോ? ഒരു പ്ലേറ്റും കൂടി വെക്കാമേ. കണ്ടോ? കുൽഫി നല്ല പക്ക. ഇപ്പോൾ 4 മണിക്കൂറോളം ഇങ്ങനെ വെക്കുവാണെങ്കിൽ നമുക്കിങ്ങനെ കിട്ടും. എന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ എസൻസ് ഒന്നും ചേർത്തിട്ടൊന്നുമില്ല, എഗ്സ് ചേർത്തിട്ടില്ല, വിപ്പിംഗ് ക്രീം ഇല്ല. എന്നിട്ടും ഇത് പെർഫെക്റ്റ് ഒരു ഐസ്ക്രീം, നമ്മുടെ മാംഗോ ബാർ പോലെ തന്നെ ആയിട്ടുണ്ട്. ഇത് വിപ്പിംഗ് ക്രീമും കൂടി ഇടുവാണെങ്കിൽ കുറച്ചും കൂടി പെർഫെക്റ്റ്. നമുക്ക് കടയിൽ എങ്ങനെ വാങ്ങിക്കാൻ പറ്റുമോ അതുപോലെ തന്നെ കിട്ടും. അപ്പം അതൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. No more